രാഹുലേട്ട ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിട്ട് പല മന്ത്രിമാരും ഇപ്പോൾ മിന്നൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രഹസനല്ലേ? പ്രഹസനമാണ് എന്ന് പറയുന്നവർക്ക് പ്രഹസനമാണ് എന്ന് പറയാം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോയുടെ അടിയിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഷോ ഓഫ് ആണ്. ഇതെല്ലാം കുറച്ച് നാളത്തേക്കിന് മാത്രമേ ഉള്ളൂ. പുത്തനച്ചി പരപ്പുറം തൂക്കും അങ്ങനെ പറഞ്ഞ് ഇതിനെ ട്രോളാൻ വേണ്ടിയിട്ടും ഇതിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടും വരുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ ഒരു തുറന്ന മുഖമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ. അതായത് ഒരു മന്ത്രി മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല മന്ത്രിമാരും ഇത്തരത്തിൽ മിന്നൽ പരിശോധനയുമായിട്ട് വരുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയം. അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്കറിയാം. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു പോയൊരു കാലഘട്ടമാണ്. ഈ വേൾഡ് കപ്പിൽ എത്ര രൂപയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവേശം നമ്മൾ കണ്ടതാണ്. അവരുടെ കയ്യിലുള്ള മുഴുവൻ പണവും മുടക്കി ഫ്ലെക്സ് ബോർഡുകൾ പണിയുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. കോടാനുകോടി രൂപ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ മന്ത്രിമാരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മെസ്സിയെ കാണാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിലിരുന്ന പകുതി പണവും എടുത്തുകൊണ്ട് പോയി മെസ്സിയെ കാണാൻ. ഇപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ കാണും, മുള വാങ്ങാൻ അവിടെ പോയി 5000, മുള വാങ്ങാൻ ഇവിടെ പോയി 10000. അങ്ങനെ മെസ്സിയെ കാണാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും പോകാൻ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്നും കോടികൾ ചെലവാക്കി പോയതാണ്. മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോടികളുടെ അഴിമതി എന്ന് തന്നെ പറയണം. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ചില ആളുകൾക്ക് സ്റ്റേഡിയം തീരെഴുതി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? മെസ്സി വന്നോ? അതുമില്ല. ഇപ്പോൾ മന്ത്രിയൊക്കെ ആദ്യം പറഞ്ഞു മെസ്സി വരുമെന്ന് പറഞ്ഞാൽ വരും. ആരാണ് പറയുന്നത്? ഞാനാണ് പറയുന്നത്. ആരുടെ വാക്കാണ്? ഞങ്ങളുടെ വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രഹസനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രഹസനങ്ങൾ കാരണമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഇരുണ്ട മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സ്പോർട്സ് കൗൺസിൽ നടന്നൊരു വിഷയം മാത്രമല്ല, പല ഹോസ്പിറ്റൽ മേഖലയിൽ നടന്ന പല അഴിമതികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഓഡിറ്റിലൂടെയാണ് കണ്ടെത്തത്. യഥാർത്ഥത്തിൽ ധനകാര്യ വകുപ്പാണ് ഇത്തരത്തിൽ ഓരോ തുകകളും ഓരോ സ്ഥലങ്ങളിലേക്കും വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിലും അനാവശ്യമായിട്ട്, ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ലാപ്ടോപ്പുകൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുവന്നതാണ്. കൊറോണ സമയത്തോ കോവിഡിൻ്റെ സമയത്തോ കൊണ്ടുവന്നതാണ്. തള്ളി അത് സ്റ്റോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റോക്ക് റൂമിൽ വെച്ചിട്ട് എന്താണ്, ആരും അറിയാൻ പാടില്ല, ആരും അറിയാതെ സ്റ്റോക്ക് റൂമിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് നല്ലതാണോ എന്ന് പോലും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ അഴിമതിയുടെ ഒരു മുഖപത്രമായിരുന്നു കഴിഞ്ഞ സർക്കാർ എന്ന് പറയുന്നത്. അതിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലേട്ടന് എന്താണ് ഇത് തോന്നുന്നത്? ഈ പൂഴ്ത്തിവെപ്പ്, ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ ഒരുപാട് സ്പോർട്സ് ഷൂസ്, ജേഴ്സി, ഇത്തരം കാര്യങ്ങളൊക്കെ പൂഴ്ത്തിവെപ്പ്, ഇപ്പോൾ ലാപ്ടോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ ഞാൻ പിണറായി വിജയനെ അങ്ങനെ കുറ്റം പറയത്തൊന്നുമില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എല്ലാ പൊതുവിഷയങ്ങൾക്കും നമുക്ക് മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കാം. പക്ഷേ ഈ വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിനൊരു സ്പോർട്സ് മന്ത്രി ഉണ്ട് എന്ന് അറിഞ്ഞത് എപ്പോഴാണ്? മെസ്സി വരും, മെസ്സിയെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സ്പോർട്സ് മന്ത്രിയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു വിവാദം വന്ന സമയത്താണ്. ആ വിവാദത്തിന് പിന്നിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ചിലവഴിച്ച തുകയുടെ കണക്കുകളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞങ്ങൾ അഴിമതി ഒന്നും ചെയ്തിട്ടില്ല. ഇത് കുറേ ഉദ്യോഗസ്ഥർ. ഇതിനകത്ത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്സുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ ഇതിൻ്റെ ഇടയിലേക്ക് കുത്തിത്തിരികി വെച്ചതാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഇടതുപക്ഷ സർക്കാർ 10 കൊല്ലം ഭരിച്ചു. ഈ 10 കൊല്ലം കൊണ്ട് ഇവരെന്താണ് ചെയ്തത്? ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കുടുംബത്തിലും ഓരോ ജോലി വെച്ച് കൊടുക്കുകയായിരുന്നു. നല്ല കാര്യമാണ്. ഇപ്പോൾ PSC ഒക്കെ വഴിയാധാരമാക്കി പോയ യുവാക്കളുണ്ട്. ഇപ്പോൾ മുട്ടിലഴഞ്ഞും അല്ലെങ്കിൽ പോച്ച തിന്നും പുല്ലു പറിച്ചും ഒക്കെ സമരം ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ എല്ലാം കണ്ണടച്ചുകൊണ്ട് പിൻവാതിൽ വഴി പാർട്ടി നിയമനങ്ങളായിരുന്നു. 10 വർഷക്കാലം കേരളത്തിൽ നടന്നത് പാർട്ടി നിയമനങ്ങളായിരുന്നു. PSCയിൽ പോലും പാർട്ടി നിയമനം നടത്തിയില്ലേ? പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് PSCയെ പോലും പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് വിറ്റഴിച്ചു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മായി അച്ഛൻ്റെ മോൾക്കും സ്വന്തം സഹോദരൻ്റെ മക്കൾക്കും സ്വന്തം ബന്ധുവിൻ്റെ മക്കൾക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് PSC ഉപയോഗിച്ചിരിക്കുന്നു. ഇത് PSCയിൽ, അതായത് കേരളത്തിലെ മറ്റുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം കമ്മീഷൻ പറ്റും നമുക്കറിയാം. അപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും മറ്റേത് ബോർഡുകളാണെങ്കിലും
കാശ് കൊടുത്താലേ ജോലി കിട്ടും. കാശ് കൊടുക്കാതെ ഇവിടുത്തെ സാധാരണക്കാരന് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ PSC മാത്രമായിരുന്നു. ആ PSC പരീക്ഷയും അട്ടിമറിച്ചൊരു പാർട്ടി സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM തന്നെയാണ്. CPMൻ്റെ അണികൾക്ക് വേണ്ടിയിട്ട്, CPMൻ്റെ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് PSCയെ പോലും വഴിയാധാരമാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ പോയിരുന്ന 10 വർഷക്കാലമാണ്. ഈ 10 വർഷക്കാലത്ത് ഇവർ ചെയ്തിട്ടുള്ളത് എല്ലാ സംവിധാനത്തിൻ്റെ കീഴിലും പാർട്ടിക്കാരെ നിയമിച്ചു. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ അവിടെ എന്താണ് സംഭവിച്ചത്? പാർട്ടിക്കാരെ നിയമിച്ചു. എന്നിട്ട് ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നെങ്കിൽ പാർട്ടി കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് പാർട്ടി പരിപാടികളൊക്കെ നടക്കുമല്ലോ. ഇത്ര വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ 500 ഷൂ കൊടുത്തു, 500 ജേഴ്സി കൊടുത്തു. ഇതെല്ലാം എവിടുന്നായിരിക്കും? ഈ കാലഘട്ടത്തിൽ ഇവിടെ LDF സർക്കാരായിരുന്നു ഭരിക്കുന്നതെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ഇതിൽ നടന്നിട്ടുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഈ കൗൺസിലിലേക്കൊക്കെ കയറുന്നത് അവിടുത്തെ അതാത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ LC സെക്രട്ടറി, ലോക്കൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരെ വെക്കണം ആരെ വെക്കണ്ട എന്നുള്ളത്. ആ കൗൺസിലിലേക്ക് ഇവരെ കയറ്റിവിട്ട് ഇവരെന്ത് ചെയ്യും? ഈ സാധനം മറച്ചു വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സർക്കാർ സംവിധാനത്തിലേക്ക് ജോലിക്ക് വേണ്ടി കയറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൗൺസിലിലേക്കൊക്കെ ചേക്കേറിയിട്ട് ഇതിനെ എത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഈ ബോർഡുകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇത്ര വലിയ എനിക്ക് ആ ബോർഡ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെന്ന് നിയമസഭയിൽ ചെന്ന് പെറ്റു കിടക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കാണാൻ വേണ്ടിയിട്ട് ഓരോ ബോർഡിൻ്റെ പിന്നിലും. ഈ ബോർഡുകളിലെല്ലാം നടക്കുന്നത് കോടികളുടെ അഴിമതിയാണ്. അവിടെ വരുന്ന യുവാക്കൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് 50 ലക്ഷവും കോടികളുമാണ് വാങ്ങിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊരു ജോലി വേണമെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ ജോലി വേണം. ഞാൻ ചെന്നിട്ട് പറയണം, സാർ എനിക്ക് ജോലി വേണം, 50 ലക്ഷം ഇട്ട് വാ. പാർട്ടി ബന്ധമുണ്ടോ? 50-50 പാർട്ടി ബന്ധം ഉണ്ടെങ്കിൽ നിനക്ക് കുറച്ച് തരാം. അങ്ങനെ കുറച്ച് പൈസയുമായിട്ട് ചെല്ലുമ്പോൾ ജോലി കൊടുക്കും. LDF സർക്കാരിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അവരുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കാരനാണെങ്കിൽ മാത്രമേ ജോലി കൊടുക്കൂ, വേറെ ഒരുത്തരും ജോലി കൊടുക്കത്തില്ല. പാർട്ടിക്കാരന് വില കുറച്ച് ജോലി കൊടുക്കും. വെളിയിൽ നിന്ന് വല്ല ആളുകളും വരുവാണെങ്കിൽ അവൻ കോടികൾ വാങ്ങിക്കും. അപ്പോൾ വെളിയിൽ നിന്ന് പാർട്ടി ബന്ധമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ 50 ലക്ഷം വാങ്ങേണ്ട അടുത്ത് അവന് 1 കോടിയോ 2 കോടിയോ വാങ്ങിക്കും. പാർട്ടിക്കാരനാണോ, അവന് ജോലിയും കൊടുക്കും, പൈസയും കുറച്ച് കൊടുക്കും. എന്താണെങ്കിലും അങ്ങനെ കൊടുക്കുക, അത് നല്ലൊരു കാര്യമാണ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇവിടെ ബാക്കിയുള്ള സംഘടനകളൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് പണി കൊടുക്കത്തില്ല, ബാക്കി ഏതെങ്കിലും പാർട്ടിക്കാരായിരിക്കും. വഴിയെ പോകുന്നവന് വരെ വേണമെങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി കൊടുക്കും, സ്വന്തം പാർട്ടിക്കാർക്ക് പണി കൊടുക്കത്തില്ല. അങ്ങനൊരു വലിയ ആക്ഷേപങ്ങൾ നേരിടുന്ന പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ കേൾക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം VD സതീശൻ സർക്കാരാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന പഴി എന്ന് പറയുന്നത് അണികൾക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല എന്നാണ്. അണികളെ ചേർത്ത് നിർത്തുന്നില്ല. ഇപ്പോൾ PA വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA ഇത്രയും നാൾ ഇങ്ങോട്ട് വിളിച്ചിരുന്ന MLA എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ച് ഇങ്ങോട്ട് വിളിച്ചിരുന്ന MLA ചിലപ്പോൾ ഇലക്ഷന് മുമ്പിട്ട് ഒരാഴ്ച മുമ്പിട്ട് ഒരു 10 വട്ടം വിളിച്ചാണ്. ആ 10 വട്ടം വിളിച്ച MLA ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലും ഫോൺ എടുക്കത്തില്ല, മറന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ അണികൾ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, നേതാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേതാവാണ്, അങ്ങ് റീച്ചിലെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ചിലെത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് പരസ്യമായിട്ട് വന്നിട്ട് ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ വിഷമം കൊണ്ടാണ്. ഇത്രയും കാലം അവർ വിളിച്ചിരുന്നാൽ ഫോൺ എടുത്തിരുന്ന, ഒറ്റ കോളിൽ ഫോൺ എടുത്തിരുന്ന ആളുകളൊക്കെ ഇന്ന് പുതിയ സ്ഥാനങ്ങളിൽ എത്തിയിരുന്നപ്പോൾ ഒരു ഫോണും എടുക്കത്തില്ല, അവോയ്ഡ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ മന്ത്രിമാർ, ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് മന്ത്രിയായിട്ടുള്ള OJ ജനീഷ്, അദ്ദേഹം അവിടേക്ക് പോകുന്നു കൃത്യമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ മിന്നൽ പരിശോധന നമുക്കറിയാം, അവിടുത്തെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും വിളിക്കും, അവിടുത്തെ ലോക്കൽ ന്യൂസുകാരെയും വിളിക്കും, എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മന്ത്രി വരും. മന്ത്രി വന്നിട്ട് ഇതൊരു മിന്നൽ പരിശോധനയാണ്, എല്ലാവരും വഴിമാറി തരണം എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ആരും അറിയാതെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? അതാണ് ഞെട്ടിക്കുന്നത്. അറ്റൻഡൻസ് ഇല്ല. ഇത്രയും കാലമായിട്ട് അറ്റൻഡൻസ് ഇല്ല. കോവിഡിന് മുമ്പിട്ട് പഞ്ചിങ് സിസ്റ്റം ഉണ്ടായിരുന്നു, കോവിഡിന് ശേഷം പഞ്ചിങ് സിസ്റ്റം ഇല്ലാതായി പോയി. അതിനുശേഷം അറ്റൻഡൻസ് പോലും ഇല്ലാത്തൊരു സാഹചര്യം. ആരൊക്കെ വരുന്നു, ആരൊക്കെ വരുന്നില്ല.
മൊത്തത്തിൽ അവിടെ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഉദ്യോഗസ്ഥർ അവർ ഫോൺ വിളിച്ച് വരുത്തി ഇവിടെ ആരുമില്ല, ഇവിടെ അങ്ങനെ ഒരു പരിശോധനയൊക്കെ വന്നു എന്നുള്ളതല്ലേ. കറക്റ്റ് ഒരു സിനിമാറ്റിക് സ്റ്റൈലല്ലേ. നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഹലോ മന്ത്രിയാ, എവിടെ ബാക്കിയുള്ളവർ, അയ്യോ ചായ കുടിക്കാൻ പോയി, ചായ കുടിക്കാനോ, സത്യം പറ, ആരും വരാറില്ല. ഇതേ അവസ്ഥ തന്നെയാണ് പഴയ കാലത്തെ സിനിമകളിൽ കണ്ടിരുന്ന സ്റ്റേജാണ് ഇപ്പോൾ. ഇതിൽ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾക്ക് ഒരുപാട്, അതായത് CPM ആയിരുന്നു ഭരിച്ചിരുന്നത്, CPM നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. അവർക്ക് എന്തുണ്ടെങ്കിലും പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള ചില മിഥ്യാധാരണകളുണ്ടായിരുന്നു. ഇന്നൊരു പാർട്ടിയുമല്ല നിയന്ത്രിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് UDF സർക്കാരാണ്. ആ സർക്കാരിന് കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം. ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ തുളസി കൃത്യമായിട്ട് അവർ ഈ SC ST അതേപോലുള്ള സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്ന ഹോസ്റ്റലുകൾ, ആ ഹോസ്റ്റലിൽ കൃത്യമായിട്ട് പരിശോധന നടക്കുന്നു. അവിടെയൊക്കെ കൊടുക്കുന്ന പൈസകൾ, ഇപ്പോൾ നമുക്കറിയാം ഈ ഹോസ്റ്റലുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു തുക തന്നെ സർക്കാർ സംവിധാനങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. അവിടുത്തെ നല്ല ഫുഡ് കൊടുക്കാനും നല്ല അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പൈസയെല്ലാം വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പണം വാങ്ങി വെറുതെ പുട്ടടിച്ച് തിന്നു, അല്ലെങ്കിൽ ചില ആളുകൾ ഇടനിലക്കാരായി നിന്നുകൊണ്ട് കമ്മീഷൻ പറ്റിയതല്ലാതെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ ചെയ്യാതെ പോയതിൻ്റെ ബാക്കി പത്രങ്ങളാണ് UDF സർക്കാരിൻ്റെ കീഴിൽ നിന്ന് ചെയ്യേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരാണ് പ്രഹസനം കാട്ടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. തീർച്ചയായിട്ടും.